എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹങ്ങൾക്ക് നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയിട്ടുള്ള നരിവേട്ട എന്ന ഈ ടൊവിനോ ചിത്രം ഈ വരുന്ന മെയ് 16 തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമയിൽ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത് കില്ലർ എന്ന ബോളിവുഡ് സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെ നമ്മളെ ഞെട്ടിച്ച പാർത്ഥ് തിവാരി ആയിരിക്കുമെന്നുള്ള കാര്യം മൂവി ടീം ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ, ദീപക് പരമ്പോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി താമർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് സർക്കിട്ട്. ഈ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് നാളെ മുതൽ ഓപ്പൺ ആകുന്നതായിരിക്കും. 2 മണിക്കൂറും 17 മിനിറ്റും ദൈർഘ്യമുള്ള സർക്കിട്ടിന് യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മെയ് 8 സർക്കിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. സൂര്യയെ നായകനാക്കി അർജിയ ബാലാജി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സൂര്യ 45 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നടത്താനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഈ മെയ് മാസം തന്നെ സൂര്യ 45ന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പുറത്തു വരുന്നതായിരിക്കും. ലാലേട്ടനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. ലാലേട്ടനോടൊപ്പം സംഗീത് പ്രതാപ്, മാളവിക മോഹൻ, സിദ്ദീഖ്, ജനാർദ്ദനൻ, ലാലു അലക്സ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ട് നിലവിൽ പൂനെയിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ പൂനെയിലെ ഒരു സെറ്റിലേക്ക് ലാലേട്ടനെ കാണാൻ ജയിലർ ചിത്രത്തിന്റെ സംവിധായകൻ നെൽസൺ എത്തിയെന്നും അവർ തമ്മിൽ ജയിലർ 2വുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓൾറെഡി ജയിലർ 2വിൽ ലാലേട്ടൻ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ജയിലർ 2വിലെ ലാലേട്ടൻ പങ്കാളിത്തം കൺഫേം ആയി എന്ന് തന്നെ പറയാം. ജനപ്രിയ നായകൻ ദിലീപിന്റെ 150ാമത്തെ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിലേക്ക് എത്തുകയാണ്. മാജിക് ഫ്രെയിംസിനു വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ദിലീപ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിൻഡോ സ്റ്റീഫൻ ആണ്. ക്യൂൻ, ജനഗണമന എന്ന സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ഷാരിസ് മുഹമ്മദ് ആണ് പ്രിൻസിന് തിരക്കഥയൊരുക്കിയിട്ടുള്ളത്. ഈ വരുന്ന മെയ് 9 റിലീസിനെത്താനിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓൺലൈൻ ബുക്കിംഗുകൾ എല്ലാം നാളെ മുതൽ ഓപ്പൺ ആകുമെന്നാണ് റിപ്പോർട്ട്. 2 മണിക്കൂറും 14 മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ജനനായകൻ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ കൊടൈക്കനാലിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും സിനിമയ്ക്കുള്ളിലെ വിജയുടെ ക്യാരക്ടർ നെയിമിനെ പറ്റി ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ദളപതി വെട്രിക്കൊണ്ടൻ അഥവാ TVK എന്നാണ് ജനനായകനിലെ വിജയ് ക്യാരക്ടർ നെയിമായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. തമിഴക വെട്രിക്കഴകം എന്ന വിജയുടെ പാർട്ടിയുടെ ഷോർട്ട് ഫോം ആണ് TVK. അത് തന്നെ ജനനായകനിലെ കഥാപാത്രത്തിന് പേരായി നൽകിയത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ജനനായകൻ എന്ന സിനിമ വന്നതിന് ശേഷം കണ്ടു തന്നെ അറിയാം. നെസ്ലിൻ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് തിയേറ്ററിൽ മെഗാ ഹിറ്റ് വിജയം നേടിയ പ്രേമലു എന്ന സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാകുമെന്നും ഈ വർഷത്തിൽ തന്നെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നെസ്ലിന് 2ാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ തന്നെ പ്രേമലുവിന്റെ ചിത്രീകരണം ഉടനെ തുടങ്ങുവാൻ സാധ്യതയില്ലെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്ന് 12 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഈ 12 ദിവസത്തെ തുടരും സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 12 ദിവസങ്ങൾ കൊണ്ട് 75 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 175 കോടിയിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. നിലവിലെ ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വീക്കെൻഡോടുകൂടി തന്നെ തുടരും 200 കോടി ക്ലബിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.